എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലോകവും കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നുള്ളത് മലമ്പുഴ ഡാമിലാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഏകദേശം ഒരു 40-45 വർഷം മുമ്പാണ് മലമ്പുഴ ഡാം ഒന്ന് കാണാൻ യോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ കണ്ട ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. മാത്രമല്ല അന്ന് ഈ കാനായി കുഞ്ഞിരാമൻ്റെ കൈവരുതിൽ ഉണ്ടായ യക്ഷിയൊക്കെ അന്ന് ചെറുപ്പത്തിൽ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. കൂടുതലൊന്നും ഓർമ്മയില്ല. നേരിൽ കണ്ടിട്ട് നോക്കാം. അത് കാണാനായിട്ട് ഇപ്പോൾ ഡാമിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. നല്ലൊരു കാഴ്ചയാണത്, കാണേണ്ടതാണ്. വലിയൊരു ചൂടൊന്നുമല്ല ഈ സമയമായതുകൊണ്ടായാലും. ഓരോന്നോരോന്ന് കണ്ടിട്ട് ജലനിരപ്പ് കുറേ ദൂരെ കാണുന്നതാണ്. മാക്സിമം വാട്ടർ ലെവൽ എന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് താഴെയാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ നിൽക്കുന്നത്. ഓരോന്നോരോന്ന് നോക്കട്ടെ. ഡാമിൻ്റെ നിരപ്പിൽ നിന്ന് നേരെ പുറകോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ താഴെ നമ്മൾ യക്ഷി ഉണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 50 വർഷമായിട്ടുണ്ട് അദ്ദേഹം അത് കാനായി കുഞ്ഞിരാമൻ യക്ഷി ഉണ്ടാക്കിയിട്ട്. ഇന്നിപ്പോൾ ഒന്ന് പോയി നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ. എല്ലാവരും ഓരോരുത്തർ വേഗം ഇറങ്ങി വരുന്നുണ്ട്. പോയി നോക്കാം. കാനായി കുഞ്ഞിരാമൻ്റെ കൈവരുതിൽ ഉണ്ടായ യക്ഷി 1967 30 അടി ഉയരമുള്ള ഈ പ്രതിമ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയെന്നാണ് വായിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ധ്യാനത്തിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു യക്ഷിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. പല എതിർപ്പുകളുണ്ടായിട്ടും അയാളൊന്നും വകവയ്ക്കാതെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വേറെയും ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. എന്തായാലും ശരിക്ക് കാണുന്നവരൊന്നേ ഉള്ളൂ. ഇത് പ്രതിമയായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായി തോന്നുന്നു അതിൻ്റെ മെയിൻ്റനൻസൊക്കെ നടത്തിയിട്ട്. ശരിക്കും അത് കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടത്തേണ്ട സമയമായിട്ട് കാണുന്നുണ്ട്. കാരണം കുറേയൊക്കെ അതിൻ്റെ ഭംഗിക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൈകാലുകൾക്കൊക്കെ ചൂട് കൊണ്ടായിരിക്കാം ഇങ്ങനെ പൊള്ളി നിൽക്കുന്ന പോലെ കാണുന്നുണ്ട് ഓരോന്നും. ശരിക്കും ശ്രദ്ധിച്ചാൽ അറിയാം. കണ്ടോ, കണ്ണടച്ചിരിക്കുന്നതാണ്. പരിസരമൊന്നും അറിയാതിരിക്കുന്ന. ഇദ്ദേഹം പ്രാവശ്യം പറഞ്ഞത് അങ്ങനെയാണ്, ധ്യാനത്തിലിരിക്കുന്ന യക്ഷി എന്നാണ് പറഞ്ഞത് തോന്നുന്നു. അതാണ് കാണുന്നത്. എന്തായാലും എന്തോ ചെറുപ്പത്തിൽ വന്ന് കണ്ടതാണ്. പിന്നെ ഇപ്പോഴാണ് ഇതൊന്ന് കാണാൻ കഴിഞ്ഞത്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ സന്ദർശകർക്ക് കാണാനായിട്ട് തുറന്നു വയ്ക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഓക്കേ.